പ്രിയപ്പെട്ട യുവത്വമേ, ഞങ്ങൾ നരകമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ യുവത്വത്തോട് ചോദിക്കട്ടെ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ? അല്ലാഹുവിന്റെ നരകമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടാ വിശ്വസിക്കുമോ? ചെറുപ്പക്കാരാ, വിദ്യാഭ്യാസം കൂടിപ്പോയ പെങ്ങന്മാരെ, സ്വന്തം കണ്ണുകൊണ്ട് നരകം കണ്ടാ വിശ്വസിക്കുമോ മോള്? എങ്കിൽ കാണും പെങ്ങള്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമയമുണ്ടോ? എപ്പോഴാണ് നരകത്തെ കാണുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസം വരാറുണ്ടോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഖിയാമത്ത് നാട് കഴിഞ്ഞ് രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടോ? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഹൃദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് 41 കോലത്തില് നിബിധങ്ങളുടെ സമുദായം കടന്നു വരുമെന്നാട്. പേടിച്ചു വിറച്ചവരെ പോലെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും തലതാട്ടി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഉടുതുണിയില്ല മോനെ, നഗ്നനാണ് മോനെ, ചെരുപ്പ് ധരിച്ചിട്ടില്ല മോനെ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്. ഇന്ന് സൂര്യൻ നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാ. ആ സൂര്യന്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് വല്ലാത്ത ചൂടാണല്ലോ. ശരീരം വിയർക്കുന്നില്ലേ, ശരീരം വിയർക്കുന്നില്ലേ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ആ സൂര്യനെ അല്ലാഹു താഴ്ത്തുകയാണ്. എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളില് ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തൊരു ചൂടായിരിക്കും, എന്തൊരു വിയർപ്പായിരിക്കും, എന്തൊരു പ്രയാസമായിരിക്കും. പടച്ചവനെ ചിന്തിച്ചാ പിടികിട്ടുന്നില്ലടോ. മഹാനായ തടബ ഉസ്താദ് പറയുകയാ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ ഒന്ന് അടുത്തു പോകണേ മോനെ. ചോറ് വെക്കുന്ന കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ്. കലത്തിന്റെ മുകളിലൂടെ ചോറിങ്ങനെ പുറത്തേക്ക് വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഒഴുകാറുണ്ടല്ലോ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളയ്ക്കുകയാണ്, അത് തിളയ്ക്കുകയാണ്, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുകയാണ്. അതാണ് അല്ലാഹുവിന്റെ മഹ്ശറ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഞാനും നിങ്ങളും നിൽക്കുമ്പോ അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കിന്റെ ചാരത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, മാലിക്കേ,
നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ, ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ, എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീല്, അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. പടച്ചവനേതാ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ സംഘത്തിനെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങല എടുത്തുകൊണ്ടുവരാൻ, ചങ്ങല എടുത്തുകൊണ്ടുവരാൻ 70,000 ചങ്ങല വലിച്ചു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങല വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ അങ്ങ് കെട്ടുകയാണ്, നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരാ, ചങ്ങലയുടെ വലുപ്പമല്ല, കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്, കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്. ചങ്ങലയുടെ വലുപ്പമല്ല, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുപ്പമാ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവരികയാണ്. നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. അല്ലാ, തലതാട്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് നരകത്തെ കൊണ്ടുവരികയാ. എവിടെയാണ് നരകമെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച പെങ്ങള്, കളിയാക്കിയ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു. അല്ലാ, ഫർജിഅനാ ഫർജിഅനാ, എനിക്കൊരു ചാൻസ് കൂടെ തരണേ എന്ന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് നിങ്ങളോട് പറയും 5 നേരം നിസ്കരിക്കാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു, മക്കളെ പഠിക്കണം, മക്കളെ അള്ളാഹിനെ ഭയന്ന് ജീവിക്കണം, നിസ്കരിക്കണം, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, മക്കളെ ഈ ഔറത്തൊക്കെ ഒന്ന് മറച്ച് നടക്കണം, പെണ്ണുങ്ങളോട് നിങ്ങളൊന്ന് തലമറയ്ക്കണം, ഔറത്ത് മറയ്ക്കണം. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ ഉസ്താദേ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും വിശ്വാസമില്ലടോ. നമ്മളൊക്കെ പറയുമ്പോൾ പരിഹാസവും കളിയാക്കലുമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഒരു കളിയും തമാശയും എല്ലാവർക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു ഇതെല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു രംഗമുണ്ട്. നിസ്കരിക്കാൻ പറയുന്ന ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഒതുകിട്ട് പറയുന്ന, മക്കളെ നിങ്ങൾ 5 നേരം നിസ്കരിക്ക്. ബക്കറ്റ് എടുക്കാൻ സമയമായോ? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? അവിടെ നിന്ന് വഴുത് വെക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. വഴുതിന് വന്നപ്പോൾ തന്നെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്, അളിയാ ബക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകണമെന്ന്. അപ്പോൾ അവരുകൂടെ കേൾക്കട്ടെ, അതുകൊണ്ടായി ബക്കറ്റ് പിന്നെടുക്കാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങളോടുള്ള വാശി കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, നമുക്കുള്ളത് നമുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഒതുകിട്ട് നിസ്കരിക്കണം. എൻ്റെ പൊന്നാര ഉസ്താദ, നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറത്തൊന്നുമില്ല. നിങ്ങൾ തൊണ്ടയിലെ വെള്ളം പറ്റത്തേ ഉള്ളൂ. ഇവിടെ ഇന്നത്തെ കുട്ടികളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ എവിടെ? അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരും അത് പറഞ്ഞു കൊടുക്കാറില്ലടോ.
ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ഇപ്പൊ SLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടും കാത്തിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ. ഇന്ന് എൻട്രൻസിന്റെ കണ്ട പരീക്ഷ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അള്ളാഹു നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് A+ കിട്ടിയില്ലെങ്കിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കാരണം എന്തേ? പടച്ചവനെ ഉമ്മായിക്ക് മക്കളുടെ ഫ്ലെക്സ് പോസ്റ്റ് വെക്കാനുള്ളതാ, കാത്തിരിക്കുക ഫോട്ടോ ആയിട്ട്. A+ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? മക്കളെ മാക്സിമം പീഡിപ്പിക്കുകയാണ്. ഒരു പയ്യൻ എന്നോട് പറഞ്ഞൊരവസ്ഥയുണ്ട്, എൻ്റെ ഉമ്മയുടെ ആർത്തി ഒന്ന് മാറാൻ ദുആ ചെയ്യണം ഉസ്താദ്, അത്യാഗ്രഹം മാറാൻ. ഞാൻ ചോദിച്ചു എന്താ മോനെ? ഉമ്മയ്ക്ക് മൊത്തം A+ വേണം ഉസ്താദ്. ഞാനല്ലേ പഠിക്കണേ, സമാധാനം കിട്ടണ്ടേ? എടോ ഈ A+ വാങ്ങുന്നത് എന്തിനാ? ഉമ്മായിക്ക് ഫ്ലെക്സ് വെക്കാം, വേറെ ഒന്നുമല്ല, സ്റ്റാറ്റസ് ഇടണ്ടേ. എൻ്റെ മക്കൾക്ക് A+ മൊത്തവും കിട്ടിയെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടണം, അതിനു വേണ്ടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓരോ മാതാവും തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ, നമ്മളൊക്കെ ചെറുപ്പകാലം കഴിഞ്ഞു വന്നവരല്ലേ. ഈ ഇരിക്കണ പ്രായമുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ ഒരു മുട്ടായി വാങ്ങിത്താ വാപ്പ, ഒരു സിപ്പപ്പ് വാങ്ങിത്താ വാപ്പ. അല്ലേ? നമ്മൾ നമ്മുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയുന്നത് മുട്ടായി വാങ്ങിത്തരാനാ. ഉപ്പ എനിക്ക് അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്ന് പറഞ്ഞ് മക്കൾ പറയുന്നത് അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ മക്കൾ എന്താ പറയണത്? വാപ്പ പൈസ താ വാപ്പ എന്നാ ചോദിക്കണേ, മുട്ടായി വാങ്ങിത്താന്നല്ല പറയണേ, പൈസ താന്നാ പറയുന്നത്. കാരണം എന്തേ? പൈസയോട് ഇന്നത്തെ മക്കൾക്കൊരു വല്ലാത്ത അത്യാഗ്രഹമാണ്. അത് കാരണം ഉമ്മമാരാണ് അങ്ങനെ ആക്കിയത്. ഇവരുടെ ആർത്തി. ഇവർ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് അള്ളാഹയെക്കുറിച്ചോ നബിതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞു കൊടുക്കണേ. നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1ാം റാങ്ക് നിനക്കായിരിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല സാലറി കിട്ടൂ, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. എടാ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ലേ അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കാനുള്ള കാരണം എന്താ? ഈ തള്ളയാ പറഞ്ഞു കൊടുത്തത് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി നോക്കുന്നു. എടാ എന്തിനാടോ പണം? എടാ ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് എന്താ? അൽഹംദുലില്ലാ അവനും അവൻ്റെ കുടുംബത്തിനും എല്ലാ ദിവസവും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നേ? നമുക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും എല്ലാ ദിവസവും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതല്ലേ നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനെന്തിനാ കഷ്ടപ്പെടുന്നേ? അതിനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഉമ്മ നീ ഖുർആൻ ഒക്കെ നോക്ക്, അള്ളാഹിന്റെ ഖുർആൻ നോക്ക്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം. അതിനെന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, നിനക്ക് കഴിക്കാൻ ഭക്ഷണമാണോ വേണ്ടേ? ഞാൻ തരാം. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സൂറത്താടാ ഹാഫിള് നിങ്ങളെ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. ഓതറ ചങ്ങായിമാരെ, നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. ഏത് സൂറത്താ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ഈ ആയത്തിന്റെ അകത്ത് അള്ളാഹു പറയുകയാ, 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 നേരം നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹ് തരൂന്ന അള്ളാഹ് പറഞ്ഞ്. നിസ്കരിച്ചാൽ പോരെ, ഭക്ഷണം കിട്ടൂലേ? നിസ്കരിക്കുന്നവന് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നമ്മൾ പഠിക്കേണ്ടത്. ഇതാ പറഞ്ഞ ഖുർആൻ പഠിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളോട് പെങ്ങളോട് പറയുന്ന, മക്കളെ തലമറച്ച് നടക്ക്, നീ ഇങ്ങനെ നടക്കല്ലേ, നിന്റെ മുടിയും പുറത്ത് കാണിച്ച് ഔറത്തും പുറത്ത് കാണിച്ച് നീ ഇങ്ങനെ നടക്കല്ലേ. എന്റെ പൊന്നുസ്താദ്, നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ഇതാ ഉസ്താദിന് എന്തെങ്കിലും നടന്നാൽ മതി. ആസ്വദിക്കാനുള്ളത് ജീവിതം. പണ്ട് പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ തലയിൽ തുണിയിടും, ഇന്നത്തെ പെണ്ണുങ്ങൾ ഉള്ളതുകൂടെ ഊരിക്കളയും. അതവസ്ഥ. എടാ ഉസ്താദ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഓവറായി കാണിക്കുന്ന ഒരു കാലം. ഇത് പറയുമ്പോ കളിയാക്കല, ഇത് പറയുമ്പോ പരിഹാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു പറഞ്ഞാലും കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ,
ഉസ്താദേ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചോ മക്കള്, നല്ലതുപോലെ ആസ്വദിച്ചോ മക്കള്. അള്ളാനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നോ. എന്നാൽ അങ്ങനെ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഖുർആനിലെ ഒരായത്താ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് ഇതാണല്ലോ. ഇനി അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയുമോ പെങ്ങള്? വഅദകൾ കാമെന്ന പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആസ്വദിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചരിത്രം പറയുകയാണ്. ഒരിക്കൽ സഹാബത്ത് യുദ്ധത്തിന് പോവുകയാണ്. സഹാബത്ത് യുദ്ധത്തിന് പോയപ്പോ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സഹാബികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി, അവളോട് വല്ലാത്ത പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുകയാണ്. എല്ലാവരും പറഞ്ഞു വേണ്ട മോനെ, വേണ്ട മോനെ. അനുസരിക്കാതെ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് ചെന്ന് തന്റെ ആഗ്രഹം പറയുകയാണ്. ആ പെണ്ണ് പറഞ്ഞു യഹൂദിയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു നീ എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ, നിന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് നീ ഞങ്ങളുടെ മതത്തിൽ വന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. പടച്ച റബ്ബേ, എല്ലാവരും ഉപദേശിച്ചിട്ടും അവൻ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം ആ പെണ്ണിന്റെ യഹൂദ മതത്തിലേക്ക് കടന്നു ചെന്നു. അവസാനം ആ പെണ്ണുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, യുദ്ധം പോലും പരാജയപ്പെട്ടു. അവസാനം ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്ന ഗ്രാമത്തിലൂടെ പോകുമ്പോ പണ്ട് കൂടെ വന്നൊരു പെണ്ണിനെ കണ്ടു മതം മാറിയ ഒരു ചെറുപ്പക്കാരനെ ഓർമ്മ വന്നു. അവസാനം തിരയുകയാണ്, കണ്ടുപിടിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അവസാനം അവനെ കണ്ടപ്പോ അവന്റെ ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ചോദിച്ചു, മോനെ നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ പഠിച്ചവനായിരുന്നല്ലോ, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? വല്ലതും ഓർമ്മയുണ്ടോ? ആ മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ? എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ, ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിന്നോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഏതായത്ത് മറന്നാലും ഈ ഒരായത്ത് മറക്കല്ലേ, ഈ ഒരായത്ത് മറക്കല്ലേ. ഏതായത്താണെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ സിറാജ്? എവിടെ പോകാനാടാ സിറാജ്? നീ എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവരുമടാ. അമ്മ സിറാജിനോട് പറയുകയാണ്, നീ എത്ര ഉയരങ്ങളിലെത്തിയാൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും സിറാജേ, നീ
ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് മടങ്ങി വരുമടാ. നീ ഓർത്തു വെച്ചോ സിറാജ്, നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. ഓം തോടിയാ എവിടെ വരെ പോകും, നീയൊക്കെ എവിടെ വരെ പോകാനാ? വീഴുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു ദിവസം വീഴുമ്പോള് നിന്റെ വാപ്പ പോയതുപോലെ നീയും പോകും ബാപ്പാ. നിന്റെ ഉമ്മ പോയതുപോലെ ഒരു ദിവസം നീയും പോകേണ്ടവരാ. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാ. ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ കളിയും തമാശയുമായി അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരെ അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, നിനക്ക് ഞാൻ ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചവനെ മറക്കല്ല്, ഖുർആനിനെ ബഹുമാനിക്ക്, ഖുർആനിനെ ആദരിക്ക്, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. ഇല്ലെങ്കിൽ പടച്ചവനെ ഹസറ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈമാനില്ലാത്ത മരണമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ. പഠിച്ചവരെ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരുന്നത്. കണ്ടില്ലെന്ന് നടിക്കല്ലേ, കൊടുക്കാതെ ഇരിക്കരുത്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുത്ത ആ ബക്കറ്റിന്റെ അകത്തിട്. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. നിനക്കാണ് പ്രയോജനമുള്ളത്. അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പടച്ചവനെ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, പടച്ചവനെ, മാരകമായ രോഗങ്ങൾ, ഇതിനെ തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് പവറുണ്ടോ? എപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ കേൾക്കുന്നവരാടോ. അപകടങ്ങൾ പടച്ചവനെ ഇപ്പൊ അടിവാരത്ത് നിന്ന് കയറി വരുമ്പോ അതാ എത്ര ദൂരമാണ് ബ്ലോക്ക്. പടച്ചവനെ, ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്. ഓരോ ദിവസം എത്ര അപകടങ്ങൾ കാണുന്നവരാണ്. നമ്മളും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ലേ, റോഡിലൂടെ പോകുന്നവരല്ലേ. സദഖ അപകടങ്ങളെ തട്ടിമാറ്റുമടോ, ദുരന്തങ്ങളെ തട്ടിമാറ്റുമടോ. പടച്ചവനെ, രോഗങ്ങൾ ഉസ്താദ്, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. ക്യാൻസർ വല്ലാതെ പടരുകയാണ്, ക്യാൻസർ വല്ലാതെ പടരുകയാണ്, കിഡ്നി രോഗങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നിന്നവൻ വീണു പോകുന്ന അപകടങ്ങളാണ്. പടച്ചവനെ, ഇന്നലെയാണ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, എന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന 13 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവനെ തിരുവനന്തപുരം ICU വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കിംസ് ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ 13 വയസ്സുള്ള ചിരിച്ചും കളിച്ച് നടന്ന പൊന്നുമോള്. പനിയില്ല, രോഗങ്ങളില്ല. പടച്ചവനെ, പെട്ടെന്ന് വീഴുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ആ പൊന്നുമോളോട് കരുണ കാണിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ രോഗങ്ങളെ തട്ടിമാറ്റുമടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്.
അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹിന് ചില അടിമകളുണ്ട്. ചിരിച്ചും കളിച്ചും നടന്ന പൊന്നുമോള്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന പൊന്നുമോള ഇങ്ങനെ പെട്ടെന്നൊന്ന് പേടിച്ചു, വായിലൂടെ പതയും നുരയും വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററില. യതീമായ പൊന്നുമോള. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം രോഗങ്ങളാണ്. എൻ്റെ കൂടെ വന്ന ഷഹീർ ബദരി, അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഈ മാനന്തവാടിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഓട്ടോയിൽ ഓടിച്ച് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഡയാലിസിസ് ചെയ്യുകയാ, ദുആ ചെയ്യണം. അപ്പം എൻ്റെ കൂടെ വന്ന പയ്യൻ ചോദിച്ചു, കിഡ്നി മാറ്റി വെച്ചില്ലേ? മാറ്റി വെച്ചു ഉസ്താദെ. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പോയി. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അത് അടിച്ചുപോയി. അപ്പൊ ചോദിച്ചു, എന്തേ നോക്കിയില്ലേ? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്ക്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി, എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാറില്ല, ഇടവിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല, ഇടവിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും കഴിക്കണ്ടേ? നിങ്ങൾ കിഡ്നി മാറ്റിവെച്ച ആളല്ലേ, നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ചോദിച്ചപ്പോ എന്തേ നിങ്ങൾ ഗുളിക കഴിക്കാതെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഒരാഴ്ചയിൽ 5000 രൂപയുടെ മരുന്ന് വേണം ഉസ്താദെ. ഞാൻ എവിടെ നിന്ന് മേടിക്കാനാ? ഒരാഴ്ചയിൽ 5000 രൂപയുടെ മരുന്ന് കഴിക്കണം. എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു സഹോദരന് ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എടോ, ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ സദഖ കൊണ്ട് നമുക്ക് ആ പ്രയോജനം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന 40ഓളം മക്കൾ ഇവിടെ ഇല്ലേ? ആ മക്കൾക്ക് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പ സദഖ. എല്ലാവരും അൽഹംദുലില്ലാ, ഒരാളും ഇല്ലെന്ന് പറയരുത്, ഒരാളും ഇല്ലെന്ന് പറയാം. ബക്കറ്റ് എടുത്തില്ലേ പാപ്പാ? എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദഖ. അൽഹംദുലില്ലാ, ഒരാളും ഇല്ലെന്ന് പറയരുത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് മനസ്സിൽ കരുതു. പടച്ചവനെ, ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഞാൻ കൊടുക്കുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണം, എന്നെ അറുത്തു മുറിക്കരുത്, എന്നെ രക്ഷപ്പെടുത്തണം. നല്ല ഒരു നീയത്തോടെ അൽഹംദുലില്ലാ അവരവരുടെ കയ്യിലുള്ളതിലൊരു നല്ല സദഖ ബിസ്മില്ലാ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. റഹ്മ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്തവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻഖാ.
വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ കലാം കേട്ട് പരിഗണിക്കാതെ നിസാരമാക്കി നടക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? കേൾക്കണേ ഉപ്പമാരെ, കേൾക്കണേ ഉമ്മമാരെ. അല്ലാഹു പറയുന്നു വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. അല്ലാഹു പറയുകയാണ്, ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്, സാമ്പത്തികമായി എങ്ങനെയുണ്ട്? ഈ സദസ്സിലിരിക്കുന്നവർക്ക് പറയാൻ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, ഉസ്താദേ എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. നല്ല കച്ചവടമുണ്ടായിരുന്ന കടയാണ്, നല്ല വരുമാനമുണ്ടായിരുന്ന ബിസിനസ്സാണ്, എല്ലാം പോയി ഉസ്താദ്, എല്ലാം പോയി ഉസ്താദ്. സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വല്ലാത്ത ബാധ്യതയാണ്, മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകുകയാണ്. നീ തന്നെ പറയുകയാണ് മരിച്ചാ മതിയെന്ന്, നീ തന്നെ പറയുന്നു മരിക്കാ തോന്നുന്നെന്ന്. എന്തു പറ്റി സഹോദരാ? സാമ്പത്തികമായി തകരാറ്, സാമ്പത്തികമായി തകരാറ്, ബിസിനസ് മുഴുവനും തകർന്നു പോകാറ്. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല വരുമാനമുള്ളവനായിരുന്നു, നല്ല കച്ചവടമുള്ളവനായിരുന്നു, എല്ലാം പോയല്ലോ, എല്ലാം പോയല്ലോ. അതിന്റെ കാരണം തെരഞ്ഞു നടക്കുകയല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ആരും സിഹർ ചെയ്തതിന്റെ പേരിലല്ല. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തകരാറുള്ള കാരണമെന്താ? നീ ഖുർആൻ കേട്ടാ പരിഗണിക്കുന്നവനാണോ? അല്ലാഹുവിന്റെ ഖുർആനിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുന്നവനാണോ? നീ കൊടുക്കാത്തതിന് റബ്ബ് തന്ന ശിക്ഷയാണോ? പെങ്ങളെ സാമ്പത്തികമായി തകർത്ത് കളഞ്ഞത്, നിന്നെ കൊണ്ട് തന്നെ മരിച്ചാ മതിയെന്ന് പറയിപ്പിച്ചത് പടച്ച റബ്ബാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നീ ഇങ്ങനെ തകരാനുള്ള കാരണമെന്താ? അല്ലാഹു പറയുകയാണ്, നിന്റെ മഈസത്ത് അല്ലാഹു തകർത്തല്ലോ, നിന്റെ മഈസത്ത് അല്ലാഹു തകർത്തല്ലോ, നിന്റെ കച്ചവടം മുഴുവനും അല്ലാഹു ഒന്നുമില്ലാതാക്കിയല്ലോ. എന്തേ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. എല്ലാം പോയില്ലേ, അല്ലാഹു ഞെരുക്കമാക്കിയില്ലേ, നിന്റെ ജീവിതം ഇടുക്കമാക്കിയില്ലേ, നിന്നെ അല്ലാഹു പിടിച്ചു കെട്ടിയില്ലേ, സമാധാനമില്ലാതെയായില്ലേ, സന്തോഷമില്ലാതെയായില്ലേ. പടച്ചവനെ സാമ്പത്തികമായി തകർന്നു പോയല്ലോ. അതിന്റെ കാരണം അല്ലാഹു പറയുകയാണ്, ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ലാഹുവിന്റെ കലാമിനെയല്ലേ നീ നിസാരമാക്കിയത്, അല്ലാഹുവിന്റെ കലാമിനെയല്ലേ നീ കളിയാക്കിയത്, അല്ലാഹുവിന്റെ ഖുർആനിനെയല്ലേ നീ ബഹുമാനിക്കാതെ ഇരുന്നത്. അതിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു ദുനിയാവിൽ നിനക്ക് തരുന്ന ശിക്ഷയാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. പടച്ചവനെ ദുനിയാവ് നഷ്ടപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ ശിക്ഷ എന്താണ്? ഇനി രണ്ടാമത്തെ ശിക്ഷ എന്താണ്? ദുനിയാവ് പോയടോ, ദുനിയാവ് പോയടോ, സർവ്വതും നഷ്ടമായടോ. അല്ലാഹു പറയുകയാണ്, ദുനിയാവ് നഷ്ടപ്പെട്ടു. ഇനി ആഖിറത്തിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ ഇറങ്ങി വരികയാണ്. ഖബറിനകത്ത് നിന്ന് കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, അന്ധനെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ തന്നെ അല്ലാഹുവോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണാമായിരുന്നു, എനിക്ക് ചെവി കേൾക്കാമായിരുന്നു, ഇന്ന് കണ്ണ്
കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. എന്തു പറ്റി തമ്പുരാന്, എന്തു പറ്റി തമ്പുരാന്? അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖാല കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നീ അഭിനയിച്ചവനല്ലേ? ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ നീ അഭിനയിച്ചവനല്ലേ? കാണാത്തവനെ പോലെ ഇരുന്നവനല്ലേ? അല്ലാഹു തന്നത് കൊടുക്കാൻ മനസ്സില്ലാതെ അഭിനയിച്ചവനല്ലേ? നീ പൊട്ടം കളിച്ചവനല്ലേ? നീ പൊട്ടം കളിച്ചവനല്ലേ? അല്ലാഹു പറയുകയാണ്, നീ എന്ന് അഭിനയിച്ചല്ലോ. അല്ലാഹു പറയുകയാണ്, നീ അന്ന് അഭിനയിച്ചല്ലോ, ഇന്ന് നിന്നെ എങ്ങനെയാക്കിയിരിക്കുകയാണ്? കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, നാളെ നാണം കെട്ടവനായി പരലോകത്ത് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഉസ്താദെ, നല്ല വരുമാനം ഉണ്ടായിരുന്നു ഉസ്താദെ, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം പോയി. അല്ലാഹു പറയുകയാ, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ മഈശത്തിൽ അല്ലാഹു പിടുത്തം വിടും. നിന്റെ മഈശത്തില്, നിന്റെ ബിസിനസ്സില്, നിന്റെ കച്ചവടത്തില്, നിന്റെ വരുമാന മാർഗത്തില്, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഇടുക്കം തരും, പ്രയാസം തരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതം മുഴുവനും നീ തന്നെ പറയുന്നല്ലോ, നിനക്ക് പണമില്ലാഞ്ഞിട്ട, നിനക്ക് വീടില്ലാഞ്ഞിട്ട, നിനക്ക് മക്കളില്ലാഞ്ഞിട്ട, വാഹനമില്ലാഞ്ഞിട്ട, അല്ലാഹു നിനക്ക് എല്ലാം തന്നു. നീ എന്നിട്ടും പറയുന്നു മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ അല്ലാഹു തരുന്ന ശിക്ഷ, നിന്റെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിനക്ക് കണ്ണ് കാണൂല, നിനക്ക് ചെവി കേൾക്കൂല. അല്ലാഹ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാഹ്. ഇപ്പൊ ബക്കറ്റ് മുമ്പിൽ വന്നു, ആർക്ക് വേണ്ടിയാ വന്നേ? ഈ ഇരിക്കണ മക്കൾക്ക് വേണ്ടി. നിനക്ക് കണ്ണ് കാണുമായിരുന്നോ? നീ അഭിനയിച്ചില്ലേ? അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരു 10 രൂപ എടുത്ത ബക്കറ്റിന്റെ അകത്തിടാൻ നിനക്ക് മനസ്സ് വന്നില്ലല്ലോ. നീ അഭിനയിച്ചില്ലേ? കാണാത്തവനെ പോലെ നടന്നില്ലേ? അല്ലാഹു പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോഴും നിന്നെ അല്ലാഹു അങ്ങനെ ആക്കിക്കളയും. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടമായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങിയാൽ നിനക്ക്